എഫാത്ത സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം സങ്കീർത്തനം 141 അധ്യായം 3 വാക്യം. കർത്താവേ, എന്റെ നാവിന് കടിഞ്ഞാണിടണമേ, എന്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. നമുക്കൊരുമിച്ച് ഈ സങ്കീർത്തനം ഏറ്റുചൊല്ലാം. കർത്താവേ, എന്റെ നാവിന് കടിഞ്ഞാണിടണമേ, എന്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു സങ്കീർത്തന ഭാഗമാണത്. കർത്താവെ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. ഒരിക്കല് ഒരു ഗുരുവും ശിഷ്യനും കൂടെ വനത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. ശിഷ്യനാകട്ടെ വനത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് വളരെ കൗതുകത്തോടുകൂടി ഈ ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷികളെ പറ്റി ചോദിക്കുന്നു, മൃഗങ്ങളെ പറ്റി ചോദിക്കുന്നു, ചുറ്റുമുള്ള കാഴ്ചകളെ പറ്റി സംസാരിക്കുന്നു. പക്ഷെ ഗുരു വളരെ മൗനമായി, വളരെ പ്രസന്നവദനായി ചുറ്റുമുള്ള കാഴ്ചകളെ കണ്ട് ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു. പക്ഷെ ശിഷ്യൻ ഗുരുവിനെ വിടുന്നില്ല. ഗുരുവിനോട് പറയുകയാണ്, കണ്ടോ, ആ പക്ഷിയെ കണ്ടോ, ആ മാനിനെ കണ്ടോ. ഇതിന്റെ ഭംഗി അല്ലെങ്കിൽ ഇതിന്റെ കൗതുകം പറയുന്നതിനേക്കാൾ ഉപരി ഈ ശിഷ്യൻ പറയുന്നത് ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചുറ്റുമുള്ള കാഴ്ചകളുടെയും കുറവിനെ പറ്റിയും അല്ലെങ്കിൽ കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നന്മയും കാണാത്ത വാക്കുകളാണ് ഈ ഗുരുവിനോട് ഈ ശിഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുരു സഹിക്കെട്ട് ഗുരു പറയുകയാണ്, നീ ഒരു മരം കണ്ടോടെ, ആ വലിയ മരത്തിന്റെ താഴെ നിന്ന് ഒരു കല്ലെടുത്ത് നീ ദൂരേക്ക് എറിയണം. ശിഷ്യൻ കേട്ടപാടെ ആ മരത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവിടെ കിടന്നൊരു കല്ലെടുത്ത് ദൂരേക്ക് ആഞ്ഞെറിഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞ് ഗുരു പറഞ്ഞു, നീ നേരത്തെ എറിഞ്ഞ ഒരു കല്ലുണ്ടല്ലോ, അത് അവിടെ എവിടെയാണോ ചെന്ന് വീണ് കിടക്കുന്നത്, നീ പോയി അത് എടുത്തുകൊണ്ടുവരണം. ശിഷ്യൻ കേട്ടപാട് അവിടേക്ക് ഓടി, കല്ല് വീണ സ്ഥലത്തേക്ക് ഓടി. വനമാണ്, നിറയെ പുല്ലുകളും കാടൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലം. ശിഷ്യൻ വളരെ നേരം ഈ എറിഞ്ഞ കല്ല് തെരഞ്ഞു നടന്നു. നിർഭാഗ്യവശാൽ ആ ഒരു കല്ല് ആ ശിഷ്യന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ശിഷ്യൻ വളരെ ദുഃഖത്തോടുകൂടി ഗുരുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് പറഞ്ഞു, ഗുരു ക്ഷമിക്കണം, ഞാൻ എറിഞ്ഞ കല്ല് എനിക്ക് കണ്ടുപിടിക്കാനായില്ല. ഗുരു വളരെ സ്നേഹത്തോടെ ഈ ശിഷ്യനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ. ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് എവിടെ ചെന്ന് വീഴുമെന്നോ, ആരിൽ ചെന്ന് തറയ്ക്കുമെന്നോ, ആർക്കത് മുറിവുണ്ടാക്കുമെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. തൻ്റെ വാക്കുകളുടെ അസ്ഥാനത്തുള്ള ഉപയോഗം മനസ്സിലാക്കിയ ശിഷ്യൻ ഗുരുവിനോട് മാപ്പ് പറയുകയാണ്. നമുക്കറിയാം, നമ്മളുടെ ചെറിയ ജീവിതത്തില് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിൽ പ്രത്യാശ ഉണ്ടാകുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സങ്കീർത്തകൻ 141 അധ്യായത്തിലെ 3 വാക്യത്തിലൂടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. സെറ്റ് എ ഗാർഡ്, ഓ ലോർഡ്, ഓവർ മൈ മൗത്ത്. Keep watch over the door of my lips. ഇതേ ഒരു ചിന്തയോടുകൂടി നമുക്ക് ജീവിക്കാം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആനന്ദകരമാകട്ടെ, മറ്റുള്ളവർക്ക് പ്രത്യാശയുള്ളതായിരിക്കട്ടെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമുക്ക് സംസാരിക്കാനുമായിട്ടും അതുപോലെ തന്നെ പ്രവർത്തിക്കാനുമായിട്ട് ശ്രമിക്കാം. ഈ ഒരു ചിന്തയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
വിവേകത്തോടുകൂടി പ്രവർത്തിക്കാം. ജ്ഞാനത്തോടുകൂടി നമുക്ക് സംസാരിക്കാം. അങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, നന്മ പറയുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കട്ടെ. ഈശോയുടെ തന്നെ ഒരു വാക്കായ എഫാത്ത എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം. എഫാത്ത.